വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. ജീവിക്കുന്ന വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് കേൾക്കുന്ന വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്ക് ഉയരാൻ, അനുഗ്രഹിക്കപ്പെടാൻ, സമൃദ്ധിയിലേക്ക് നടത്തപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഒരേ ഒരു വഴി ദൈവവചനം കേൾക്കുക. നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ട്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. അവർക്ക് ദൈവം കൊടുത്തൊരു വിടുതലിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. നമുക്ക് ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വീടിനകത്തിരുന്നാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ബ്ലെസ്സിങ് നിശ്ചയമായി ഉണ്ടാകും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ യേശുവേ, നിൻ്റെ നാമത്തിൽ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരുന്നാണ്. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വിടുതലിന് നന്ദി, കൊടുക്കാൻ പോകുന്ന വിടുതലിന് നന്ദി, അവരെ വിജയത്തോടെ നടത്താൻ പോകുന്നത് കൊണ്ട് നന്ദി. ഇന്ന് വചനം കേൾക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ വീടിനകത്തൊരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അവരുടെ ബിസിനസ്സിനകത്ത്, അവരുടെ ജോലിക്കകത്ത്, അവരുടെ കുടുംബജീവിതത്തിനകത്ത്, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനകത്ത് ഒരു വലിയ ബ്ലെസ്സിങ് ദൈവം കൊടുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കാം. ഒന്നിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുസ്തക വെളിപ്പാടിലേക്ക് വരാം. മത്തായി എഴുതിയ സുവിശേഷം എടുക്കാം. 14-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വചനം നമുക്ക് വായിക്കാം. വളരെ നല്ല ഒരു വചനമാണ്, വായിച്ചു കേൾക്കാം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. മതി. കർത്താവിൻ്റെ കൂടെ ധാരാളം ശിഷ്യന്മാരുണ്ട്, 12 പേരുണ്ട്. ആ 12 പേരെ കർത്താവ് വലിയ ദൗത്യത്തിനായി വിളിച്ചതാണ്. ഒരു ദിവസം 5000 പുരുഷന്മാരും ശിഷ്യന്മാരും 5000 സ്ത്രീകളും 3 പിള്ളേരെ വെച്ച് കൂട്ടാനാ കോട്ടയംകാർ പറഞ്ഞ്. അങ്ങനെ അന്നേ 15000 പേരെയും കൂട്ടിയ 25000 പേര് കൂടി ഒരു സമ്മേളനം നടക്കുക. അവർക്ക് കഴിക്കാൻ ആഹാരമില്ല. ഉടനെ ഒരാളുടെ കയ്യിൽ 5 അപ്പവും ഇച്ചിരി മീനും ഉണ്ടായിരുന്നു. അങ്ങോട്ട് പൊക്കി ഒറ്റ പ്രാർത്ഥന, 5 അപ്പം വർദ്ധിച്ച് ആ 25000 വയറും 12 കൊട്ടയും ശേഷിച്ചു. ഇരുന്നവന് വയറ് നിറച്ച്, വിളമ്പിയവന് കൊട്ട നിറച്ച്. ഇരുന്ന് കഴിച്ചവന് ഓർക്കുക വിളമ്പിയാ മതിയായിരുന്നെന്ന്. കാര്യം ഇരുന്നവന് വയറ് നിറച്ചേ കിട്ടിയുള്ളൂ, വിളമ്പിയവന് കൊട്ട നിറച്ച. വിളമ്പാൻ ഇപ്പോഴും അവസരമുണ്ട്, വരുന്ന ഇങ്ങോട്ട് പോലെ വിളമ്പാൻ നിർത്താൻ ഞങ്ങൾ. ഹല്ലേലൂയ. മനസ്സിലായോ? ഇരുന്നവന് വയറ് നിറച്ച്, വിളമ്പിയവന് 5 അപ്പം കൈ പിടിച്ചോണ്ട് നിന്നതാ. നോക്കി എന്തോ ഒരു അത്ഭുതമാണ് നടന്നേ. അപ്പൊ ഈ 12 കൊട്ടയൊക്കെ നിറഞ്ഞ കണ്ടപ്പം പത്രോസും അന്ത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ വിചാരിച്ചു, ഈ കൊട്ട എടുത്തോണ്ട് വീട്ടിൽ ചെന്നേച്ച് എല്ലാരും എടുത്ത് കാണിക്കണം, ഞാൻ യേശുവിനെ വിളിക്കാൻ പോയാ. കണ്ടോ, 1 കൊട്ട അപ്പം. ഇത് പറയാൻ കൊതിച്ചിരിക്കുമ്പം കർത്താവ് പറഞ്ഞ അപ്പം വിട്ടേച്ച് വള്ളത്തെ കയറാൻ പറഞ്ഞു. ഇതാ പ്രസംഗം. ഹല്ലേലൂയ. അതെന്താ? അപ്പത്തിന്റെ അത്ഭുതം നാട്ടി പരത്താൻ ചെന്നവനോട് അപ്പത്തിന്റെ പരസ്യം വേണ്ട, വിട്ടച്ച് വള്ളത്തെ കയറിക്കോ. എന്താ കാര്യം? നിർബന്ധിച്ചെന്ന അവിടുന്ന് ഒരു പദം. അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. ഓരോ വട്ട അപ്പം കൊണ്ട് വീട്ടിൽ പോയി നാട്ടിലൊക്കെ വാടോ ഈശോയുടെ അടുക്ക് പോയി കിട്ടിയ അപ്പോ എന്ന് പറഞ്ഞ് അപ്പത്തിന്റെ പരസ്യ കമ്പനി ആക്കാൻ ഇവര് തീരുമാനിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അപ്പത്തിന്റെ പരസ്യം വേണ്ട, വള്ളത്തെ കയറിക്കോ. നിർബന്ധിച്ചു വള്ളത്തെ കയറ്റി. ഇതാ പദം. ശ്രദ്ധിക്കണം. പല കാര്യത്തിനും ദൈവം നിന്നെ നിർബന്ധിക്കുന്ന മാസങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ എഴുതി തള്ളിയ പല കാര്യങ്ങൾക്കും ദൈവം നിന്നെ നിർബന്ധിക്കട്ടെ. ദൈവം നിന്റെ തലമുറയെ നിർബന്ധിക്കട്ടെ. എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക. ഒരനുഭവം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ അനുഭവം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേച്ച് ഞാൻ പ്രസംഗത്തിലേക്ക് കയറാം. സ്തോത്രം. ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ കയറേണ്ടതായ സാഹചര്യം ഉണ്ടായി. എൻ്റെ കൂടെ വന്ന സ്നേഹിതൻ്റെ വീടാണ്. അവിടെ കയറി വർത്തമാനം പറഞ്ഞപ്പോൾ അവിടുത്തെ അമ്മ മാത്രമേ ഉള്ളൂ. ഒരു 10-68 വയസ്സ് വരുന്ന ഒരു ആൻറ്റിയാണ്. എന്നെ പരിചയപ്പെടുത്തി. ആ ബ്രദർ, ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നയാളാണ്. ഒരു 10 കൊല്ലം മുമ്പത്തെ കാര്യമാണ് കേട്ടോ. ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നയാളാണ്.
ആളാ. അപ്പൊ ഈ അമ്മ എൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടോ, ഒന്ന് പ്രാർത്ഥിക്കാമോ? എന്താ? എൻ്റെ മോള് ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് വന്ന് മുറി കയറി വാതിലടച്ചതാ. ഈ 6 or 8 ഞാൻ അത്രയും ഓർക്കുന്നില്ല, 6 വർഷം വന്ന് 8 വർഷം വന്ന് ഞാൻ അത്രയും ഓർമ്മയില്ല, 10 വർഷം മുമ്പുള്ള കാര്യമല്ലേ. ഹല്ലേലൂയ. എത്രയോ വർഷമായി മുറിന്ന് പുറത്ത് വന്നിട്ടില്ല, കുളിക്കത്തില്ല, മുടി ചീകത്തില്ല, ഡ്രസ്സ് മാറത്തില്ല, പല്ല് തേക്കത്തില്ല. സ്തോത്രം. എന്നോട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തു. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു, അമ്മച്ചി മടുക്കണ്ട, പ്രാർത്ഥനയ്ക്ക് ശക്തി വർദ്ധിച്ചു, പ്രാർത്ഥനയുടെ മെതേഡ് മാറ്റണം. മോനെ, മുറി വാതിൽ മുട്ടിയാ തുറക്കത്തില്ല. കൊല്ലം എത്രയായി ഒരു വീട്ടിൽ താമസിക്കുന്ന മോളെ കണ്ടിട്ട്, അവിടെ രൂപം എനിക്കറിയത്തില്ല. 3 വർഷം മുമ്പ് ആഹാരം വെച്ചു കൊടുത്തും ആഹാരത്തിനൊരു മരുന്ന് ചേർത്ത് കൊടുത്തു. സ്തോത്രം. ആശാരിയെ വിളിച്ച് റൂം തുറപ്പിച്ചകത്ത് കയറി, ഒന്ന് മോളെ കണ്ടു, ഒന്നേ കണ്ടുള്ളൂ. ആ മുഖം കണ്ടപ്പം പൈശാചികത്വം. സ്തോത്രം. അതുപോലെ റൂം സെറ്റ് ചെയ്തിട്ട് അമ്മ തിരിച്ചിറങ്ങി. മോനെ, എൻ്റെ കൊച്ചിന് വിടുതലുണ്ടാകുമോ? ഞാൻ പറഞ്ഞു, അമ്മേ, അർദ്ധരാത്രി നിന്റെ വീട് പ്രാർത്ഥനാ വീടാക്കി നീ മാറ്റണം. അങ്ങനെ ഈ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം 2-3 കൊല്ലം കഴിഞ്ഞപ്പം ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ അമ്മ എന്നെ വന്ന് കണ്ടു. എൻ്റെ മോനെ, നീ ഓർക്കുന്നുണ്ടോ, എൻ്റെ വീട്ടിൽ നീ വന്നായിരുന്നു, നീ പ്രസംഗിക്കുന്ന ആളാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സ്തോത്രം. ഇന്നിവിടെ വന്നപ്പോൾ ആ മോനെ നീയാ പ്രസംഗിക്കുന്നതെന്ന് അറിഞ്ഞ്. ഞാൻ പറഞ്ഞു, അമ്മേ കാര്യം പറയാം അമ്മേ. സ്തോത്രം. അമ്മ പറഞ്ഞു, ഏകദേശം 4-5 മാസം കഴിഞ്ഞപ്പം ഒരു ദിവസം രാവിലെ 4:30 എൻ്റെ കോളിംഗ് ബെൽ ആരോ അടിച്ചു. ചെന്ന് തുറന്നപ്പം ഒരു കറുത്ത മനുഷ്യൻ, ഒരു മെല്ലിച്ച മനുഷ്യൻ, ഒരു വെള്ള ജുബായും ഇട്ട്, വെളുത്ത പല്ല, കറുത്ത മനുഷ്യനാണ്. അവിടെ നിന്നോണ്ട് അമ്മി വാതിൽ തുറന്നപ്പോൾ ആരാന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഞാനൊരു ദൈവത്തിന്റെ അഭിഷക്തനാ. എന്താ വന്നേന്ന് ചോദിച്ചു. എന്നെ നിർബന്ധിച്ച ആത്മാവ് ഇങ്ങോട്ട് വിട്ടാന്ന് പറഞ്ഞു. അതെന്നാടാ നിർബന്ധിച്ചു വിടാൻ കാര്യം? മാതാവ് എന്ന് വാതിൽ മലർക്ക തുറന്നു. ദൈവദാസൻ ആ വീടിന്റെ പടി കയറുമ്പോ മറ്റൊരു ശബ്ദം കേട്ടു, മോടെ മുറിയുടെ വാതിൽ തന്നെ തുറക്കുന്നു. ആ ദൈവദാസൻ ആ വീട്ടിൽ കാല് കുത്തിയപ്പം വർഷങ്ങൾ കൊണ്ട് മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന മോള് അലറിക്കൊണ്ട് വന്ന് മുമ്പിൽ വീണു. ദൈവദാസൻ പറഞ്ഞു, ഞാൻ വന്നതല്ല, എന്നെ ഒരുത്തൻ നിർബന്ധിച്ച് വിട്ടതാ. ഇവിടെ നിങ്ങൾക്ക് ഈ ദൂത് മനസ്സിലാകാനാ പറയുന്നത്. എഴുതി തള്ളിയത് നടക്കത്തില്ലെന്നും വിധി പറഞ്ഞ പലതിനുമെതിരെ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. നീ പ്രാർത്ഥിച്ചാൽ മതി, നിർബന്ധിച്ച് ചിലരെ ദൈവം വിടും. എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ ആത്മാവ് ഈ കൂട്ടത്തോട് പറയുക, പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ സന്തതിയുടെ കാര്യത്തിൽ നിനക്കൊരു നിർബന്ധം തരാൻ പോവാ. നിന്റെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ദൈവം നിന്നെ നിർബന്ധിക്കാൻ പോകുക. നാളിതുവരെ നടക്കത്തില്ലെന്ന് നീ പറഞ്ഞതിലൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ കൺമുമ്പിൽ ഒന്നും കാണാനില്ല. ബൈബിളിൽ ഒരു ഭാഗമുണ്ട്, കാറ്റ് കാണത്തില്ല, മേഘം കാണത്തില്ല, പക്ഷെ വെള്ളം കോരും. ഒന്നും കാണാനില്ല, പക്ഷേ യോഗത്തിലിരിക്കുമ്പോഴും അകത്തെന്തോ ഒരു ഉൾവലിച്ചില്, എന്തോ ഒരു നിർബന്ധം. മട്ടൻ ബിരിയാണി കഴിച്ചിട്ടും തൃപ്തി വരുന്നില്ല. AC റൂമിൽ കടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്താ ബ്രദറെ, ഉറങ്ങാത്ത രോഗമാണോ? അല്ല, എന്തോ ഒരു കാര്യം എന്നെ നിർബന്ധിക്കുന്നു. ചിലരോട് ദൈവത്തിന്റെ ദൂത് വിധി പറഞ്ഞ ചില വിഷയത്തെ അഴിച്ചു മാറ്റുവാൻ ദൈവത്തിന്റെ നിർബന്ധം പ്രാർത്ഥിക്കുന്നവനെ ദൈവം വിടുകയോ? മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് നിന്റെ സന്തതിയുടെ കാര്യത്തില് ദൈവം നിർബന്ധിക്കുക. നീ ഒന്ന് ഉപവസിക്ക് കുഞ്ഞേ, നീ ഒന്ന് പ്രാർത്ഥിക്ക് കുഞ്ഞേ. നിന്റെ സന്തതികൾ വരേണ്ട നന്മകളെ ഈ ദിവസങ്ങളിൽ ചൂരഴിച്ച് ഞാൻ കൊണ്ടുവരാം. യേശു ശിഷ്യന്മാരെ നിർബന്ധിക്കുന്നു. ചോദ്യം, എന്തിനായി നിർബന്ധം? ഞാൻ മരിക്കും, ഞാൻ അടക്കപ്പെടും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ സ്വർഗാരോഹണം ചെയ്യും. പിന്നിവിടെ വല്ലതും ചെയ്യേണ്ടവരും നിങ്ങളാ. നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ചില എക്സ്പീരിയൻസ് ഞാൻ തരാൻ പോവാ. നിർബന്ധിച്ച് വള്ളത്തെ കയറ്റുക. ശ്രദ്ധിച്ചേക്കാം, ഞാൻ അവിടെ പ്രസംഗിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാം, വള്ളത്തെ കയറിയപ്പം ഇവന്മാര് പറഞ്ഞു, ഇതിനെക്കാട്ടി വലിയ അപ്പം തരാനായിരിക്കും ഞങ്ങളെ വള്ളത്തെ കയറ്റിയെ. ഇത് അപ്പത്തിൽ നല്ല അപ്പത്തെ നാളെ പണ്ടൊരു പ്രസംഗിന്ന് കേട്ടു. ഞാൻ അറിയാതെ സ്തോത്രം സ്തോത്രം ആത്മാവിലായിപ്പോയി. ആ പ്രസംഗം കേട്ടോണം. സ്തോത്രം. അപ്പം നുറുക്കി പത്രോസിന്റെ കൊട്ടയിലോട്ടെ ഒരു നുറുക്കേ വീണുള്ളൂ. പെട്ടെന്ന് എടുക്കാൻ വയ്യാത്ത പോലെ അപ്പം നിറഞ്ഞു.
പത്രോസ് അന്തം വിട്ടു നിൽക്കുക, ഇത് എവിടെ വിളമ്പണം? എടാ, തമ്പുരാൻ തരാൻ തുടങ്ങിയ നീ താങ്ങുകയില്ല. ദൈവം തുറക്കാൻ തുടങ്ങിയ പിന്നെ ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. എനിക്ക് ഇവിടെ ഒരു ദൂത് പറയാനുണ്ട്. നിന്റെ വീട്ടുമുറ്റത്ത് വന്ന് വഴിമാറിപ്പോയ നന്മകൾ ഈ ദിവസങ്ങളിൽ നിന്റെ വീട്ടിൽ ഒഴുകി കയറട്ടെ. നിന്റെ സന്തതികളിലേക്ക് അത് ഒഴുകി കയറട്ടെ. ഈ വർഷം നിന്റെ ഫൈനാൻഷ്യൽ മേഖലയിൽ ദൈവം ഒരു അഴിച്ചുപണി നടത്താൻ പോവുക. നീ നന്മയുടെ പുറകെ അല്ല, നന്മ നിന്റെ പുറകെയാ. ചില ആൾക്കാർ പറയാറുണ്ട്, നിങ്ങളെല്ലാം സമ്പത്തിന്റെ പുറകെ. അല്ല മോനെ, സമ്പത്ത് ഞങ്ങളുടെ പുറകെയാ. ബൈബിൾ പറയുന്ന, കാണേണ്ടവനെ കണ്ടാൽ നടക്കേണ്ട ഇടയന്റെ പുറകെ നടന്നാൽ ആമി നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒരാമീൻ പറയണം. ഈ ചില ആൾക്കാര് അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾ സാധിക്കാൻ ഇടയ്ക്ക് ദൈവാത്മാവിനെ പിടിച്ചിടുന്നവരുണ്ട്. മിണ്ടുന്നില്ല. ഒരിക്കലും ഒരു ശുശ്രൂഷയിൽ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ശുശ്രൂഷ കയറി നിൽക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഒരു ദിവസം പോലും നിൽക്കാൻ പാടില്ല, ഇപ്പൊ പ്രാർത്ഥിച്ചു വിടുക. പുള്ളിക്ക് എന്തോ ഇഷ്ടക്കേടുണ്ടായി, അത്രയേ ഉള്ളു കാര്യം. അതിനിടയ്ക്ക് ദൈവാത്മാവിനെ പിടിച്ചിട്ടു. നമ്മുടെ ആരുടെയും കളിക്കുഞ്ഞല്ല ദൈവാത്മാവ്. നാളെ ഒരു അച്ഛനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, അച്ഛാ പ്രേരണൊന്നും കാണുന്നില്ലല്ലോ. ദൈവാത്മാവ് പറഞ്ഞു കുറച്ച് ദിവസം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, അത് കുഞ്ഞപ്പനാ പറഞ്ഞു. സഭായോഗം മുടക്കരുതെന്നാ ബൈബിൾ. അപ്പൊ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്ന നഗസെന്തോ, ഇത് വേറെ ആത്മാവാ. ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ സരസമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന നിങ്ങളുടെ അകത്ത് ഇത് കിടക്കാനാ. ഡോസ് കൂട്ടി പറയാൻ എനിക്കറിയാം. ഞാൻ പ്രസംഗകനാ, എനിക്കറിയാം ഡോസ് കൂട്ടി പറയാൻ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയുക. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ കർത്താവ് ചില കാര്യങ്ങൾക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പോവുക? നിർബന്ധിക്കാൻ പോവുക. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു ലെവലിലോട്ട് നമ്മളെ എടുത്തോണ്ട് പോകാനായി നിർബന്ധം. നിന്റെ നിന്ദിച്ച ആൾക്കാരുടെ മുമ്പിലൊക്കെ ദൈവം നിന്നെ ഉത്തരം പറയാൻ പ്രാപ്തനാക്കട്ടെ. ഇത് മനുഷ്യന്റെ കരത്തിന്റെ ശക്തിയുടെ കാര്യമല്ല പറഞ്ഞ്, നിന്നെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കണ്ടേ. ചില ആൾക്കാർ നിങ്ങൾ കണ്ടില്ലയോ, ഞങ്ങൾ യോഗത്തിനൊക്കെ ആരെ വഴി കണ്ടാലും വിളിക്കും. ഞങ്ങൾ ഉപദേശമാരുടെ കാര്യമാണ് കേട്ടോ. ബുധനാഴ്ച യോഗമുണ്ട്, വരണേ. ബുധനാഴ്ച പറ്റത്തില്ല. വെള്ളിയാഴ്ച പറ്റുമോ? ഒട്ടും പറ്റത്തില്ല. ഞായറാഴ്ച പറ്റുമോ? പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുറകെ നടന്ന് വിളിക്കാൻ കാര്യം എന്നാന്നറിയാവോ? ഞങ്ങളോട് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, നിർബന്ധിച്ചോണമെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം പ്രസംഗം തുടങ്ങുക, 14-ാം അധ്യായം 23-ാം വാക്യം കേട്ടോണം. ലൂക്കോസ് 14:23. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം. പൗലോസ് പറയുന്നു, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിലോ അയ്യോ കഷ്ടം. ഒരാമീൻ പറഞ്ഞാട്ട്, ഒരു സുവിശേഷകനെ സംബന്ധിച്ച് അവനെ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഒരാമീൻ പറഞ്ഞാട്ട്, അവൻ ഉറക്കമല്ല അവന്റെ വിലയേറിയത്, ഫുഡല്ല അവന്റെ വിലയേറിയത്. ഒരു നല്ല ഉപദേശിക്ക് ഒറ്റ ദിവസവും 4 മണി കഴിയാതെ കഴിക്കാൻ പറ്റുകയില്ല. നമുക്ക് വിറയലും ഇല്ല, വെട്ടിവേർപ്പലും ഇല്ല, തലകറങ്ങൊന്നുമില്ല. അതുകൊണ്ട് മിണ്ടുന്നില്ല. അതിനേക്കാൾ വലിയ നിർബന്ധമാണ് നമ്മുടെ മേൽ. ആഹാരത്തിന് വില കൊടുക്കരുത്, സുഖനിദ്രകൾക്ക് വില കൊടുക്കരുത്. അതിനേക്കാൾ വലിയൊരു ലക്ഷ്യം നിന്റെ അകത്തുണ്ട്.
നമുക്ക് എന്താ കർത്താവ് പഠിപ്പിച്ചേക്കുന്ന കാര്യമെന്ന് ഒന്ന് ധ്യാനിക്കാം. അവിടെ ഇച്ചിരി നേരം നിൽക്കത്തുള്ളൂ, വലിയ കാര്യത്തിലോട്ട് പോകാൻ പോവുക. ഒരു ചെറിയ വഴി വെട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. 16-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഉണ്ടാക്കി പലരെ ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എന്തൊരവസ്ഥയാകാം. ആദ്യം വിളിക്കും കല്യാണത്തിന്, ഒരു അത്താഴത്തിന് നേരത്തെ ബുക്ക് ചെയ്തേക്കുക, ശനിയാഴ്ച പോയിട്ട് അത്താഴമുണ്ട് വിളിച്ചു. പിന്നെ 4 മണിയായിട്ടും കാണാൻ ഞാൻ പിന്നെ ആളെ വിട്ടു വരണം. കാരണം നിന്നെ അകത്ത് കൊണ്ടുവരേണ്ടത് യജമാൻ്റെ ആവശ്യം. മിണ്ടുന്നില്ല. പോസ്റ്റ് ഒട്ടിച്ച് കൈയൊക്കെ കുഴഞ്ഞു, എന്നാലും ഒട്ടിക്കും. ഞാൻ ഓർക്കുക, ഒരു 26 വർഷമായി യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടേ. എൻ്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊന്ന് കേൾക്കണേ. ആലിങ്കൽ എന്ന് പറയുന്ന ജംഗ്ഷനിൽ എൻ്റെ ഫാദറിനോട് ചേർന്ന് നല്ലൊരു ബിസിനസ് നടത്തുക. ആ കാലഘട്ടങ്ങളിലാണ് എൻ്റെ വീട്ടിൽ മരണങ്ങളുടെ നിരയുണ്ടായി. ഒരു ദൈവവൃത്യൻ വന്ന ഒറ്റ പ്രാർത്ഥന, അന്ന് മരണം നിന്നു, ജീവൻ വ്യാപരിച്ചു. അപ്പം ഞാൻ യേശുവിനെ സ്വീകരിച്ച് 5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിവാഹിതയായി. കർത്താവിന് സ്തോത്രം. അന്നേരം ഞങ്ങൾക്കൊരു പുതിയ പ്രവർത്തനം തന്നെ. എവിടെയാണെന്നറിയാമോ? ആലിങ്കൽ ജംഗ്ഷനിൽ തന്നെ. ഇന്നലെ വരെ അവിടെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് വാണവൻ പിറ്റേ ദിവസം രാവിലെ ബൈബിളും പിടിച്ചുകൊണ്ട് പോയ അവരുടെ ഇടയിൽ കൂടെ പേര് മാറി എന്ന് പറയാ, നമ്മുടെ മുഴുവൻ കൂട്ടുകാരുടെ നടുവിൽ. പിന്നെ ഞാൻ ഈ രാഷ്ട്രീയക്കാരെ പറ്റി എല്ലാവരെയും കാണുമ്പോൾ അവരെന്തോ വിചാരിച്ച, അത് നമ്മുടെ വിഷയമല്ല. ഇങ്ങോട്ട് സഹകരിക്കാൻ സുവിശേഷപ്രവർത്തനം തുടങ്ങി. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ, സ്തോത്രം, എൻ്റെ അടുക്കൽ വന്നേച്ച് പറഞ്ഞു, എടാ മോനെ, ഇതൊക്കെ ശരിക്കും ദൈവത്തിൽ നിന്നുള്ള വിളി നോക്കിയാണ് ഇറങ്ങി പരാജയപ്പെട്ട 5 പേരുടെ ചരിത്രം കൂടെ. ഞാൻ പറഞ്ഞു, മോനെ എനിക്കറിയത്തില്ല, എന്തോ ഒരു വലിയ നിർബന്ധം. ഞാൻ പറയാം, ഒരു സാധാരണക്കാരനായി ജനിച്ച് ഒരു ഗ്രാമത്തിൽ വളർന്ന ഞാൻ ഇങ്ങനെയാകാൻ കാരണം ഒരു നിർബന്ധം. തുടക്കം ചെറുതാണെങ്കിലും ഒടുക്കം ഭയങ്കരമാ. ചിലരോട് പറഞ്ഞ, സീറോയിൽ കിടക്കുന്ന നിന്നെ എന്തോ ഒരു കാര്യത്തിന് ദൈവാത്മാവ് നിർബന്ധിക്കുക. എത്ര പേർക്ക് ആമീൻ പറയാം? നീ ഒരിച്ചിരി ക്ഷമിച്ചാൽ മതി. നിന്നെ നിർബന്ധിച്ചത് ദൈവമാണെങ്കിൽ, നിന്നെ നിർബന്ധിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ, നീ അവരുടെ പക്ഷമാകത്തില്ല, അവർ നിന്റെ പക്ഷമാകും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിന്റെ പ്രാർത്ഥനയെ നിന്ദിച്ചവരും കളിയാക്കിയവരും അപവാദം പറഞ്ഞവരും ഒരു സൈഡ് ചിരിച്ചോണ്ട് നിൽക്കുമ്പോ താമസമില്ല, നിന്റെ കൂടെ അവനും പ്രാർത്ഥനയ്ക്ക് പായവരും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിർബന്ധിക്കുന്നുണ്ട്. ജോലി ചെയ്തോ, പക്ഷെ പേടിക്കണ്ട, ജോലി കഴിഞ്ഞ് 1 മണിക്കൂർ ദൈവവേല ചെയ്യോ. എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ, നീ ജോലി ചെയ്തോ, നീ എഞ്ചിനീയറാണ്, ഞാൻ അംഗീകരിക്കുന്നു, നീ ആ ജോലി ചെയ്തോ, 1 മണിക്കൂർ ഓവർടേക്കിങ് ചെയ്തോ, പക്ഷെ 30 മിനിറ്റ് കർത്താവിൻ്റെ വേല ചെയ്യോ. ഒരാമീൻ വരുന്നില്ല. ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എത്രയോ ഫ്രീ ടൈം ഉണ്ട്, അതിനകത്ത് 15 മിനിറ്റ് ഒരു 10 പേരോട് ഫോൺ ചെയ്ത് യേശുവിനെ കുറിച്ച് പറയോ. എന്താ കാര്യം? ഈ വിരുന്നുശാല നിറഞ്ഞേ പറ്റൂ. എല്ലാരെയും നിർബന്ധിച്ചോ, ഈ വിരുന്നുശാല നിറഞ്ഞേ പറ്റൂ. ഉടമസ്ഥൻ പറയാണ്, അത്താഴം റെഡിയാണ്. എത്ര നാളുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല? 8 വർഷമായി. ഇവിടെ ഈ മനുഷ്യന് നടക്കാൻ പറ്റത്തില്ല. യേശു തൊടട്ടെ. വാ ബ്രദറെ, വാ ബ്രദറെ, വാ ബ്രദറെ, വാ ബ്രദറെ, വാ ബ്രദറെ. ഓ ലോർഡ്, ആഹാ ആഹാ, യേശുവേ, 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 യേശുവേ. പുറകെ വരെ പോയിച്ചു വാ. ഇന്നും പ്രവർത്തിക്കുന്ന യേശു, ഇന്നും പ്രവർത്തിക്കുന്ന യേശു, ഇന്നും പ്രവർത്തിക്കുന്ന യേശു. നടന്നിട്ട് എന്താ പറയുന്നു? ഓക്കെയാണ്, നടക്കാൻ പറ്റുന്നുണ്ട്. ധൈര്യമായിട്ട് പോയിരുന്നു. എത്ര നാളായി നടുവിന്? ഒരുപാട് വർഷമായി. എത്ര വർഷമായി? ഒരു 10-15 വർഷത്തിലധികമായി. മോൾ ഇവിടോട്ട് വന്നേ. മോളെ, 2 കൈയും മേപ്പോട്ട് പൊക്കിയ.
Lord God mighty reign. Hallelujah. 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 സൗഖ്യമാകട്ടെ. Holy. നടുവെ പിടിച്ച Lord God 15 വർഷമായി ഇവക്ക് കുനിയാൻ പറ്റാതെ, നിവരാൻ പറ്റാതെ ഇവളെ ബാധിച്ച രോഗത്തെ ജീസ് ഹീൽ. worthy is the Lamb. മതി Worthy is മോളെ. എന്ത് ചെയ്യുമ്പോഴാണ് നടുവിനുവേന ഉണ്ടായിക്കൊണ്ടിരുന്നത്? കുനിയാൻ പറ്റത്തില്ല, കേറി വന്നേ. ഹല്ലേലൂയ. ചിലരുടെ അങ്ങോട്ട് നീങ്ങി നിൽക്കാമോ? ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാ. ഹല്ലേലൂയ. കുനിയാനല്ലേ പ്രയാസം? കൈ രണ്ടും മേപ്പോട്ട് പൊക്കി താഴോട്ട് പോയി കുനിഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇനിയും പൊങ്ങിയാട്ട്, പിന്നെയും ഒന്ന് കുനിഞ്ഞു കാണിച്ച. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എന്തേലും വേദനയുണ്ടോ നടുവിന്? ഇല്ല. അതെന്താ ഇല്ലാത്ത? യേശു സൗഖ്യപ്പെടുത്തി എന്നെ. എത്ര വർഷം കൊണ്ട് ഇത് പറ്റത്തില്ലായിരുന്നു? കുറെ വർഷങ്ങളായി. 15 വർഷമായോ? മേലെയായി. ഹല്ലേലൂയ. അതിൽ കൂടുതലായി. ആണ്. പക്ഷേ യേശു തൊടുക. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കണം തോന്നില്ലേ? ഇത്രയും നേരം പ്രസംഗിച്ചപ്പോൾ എനിക്കും തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊന്നിച്ച് കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ജീസസ്, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളോട് വചനം പറയാനുള്ള വലിയ കൃപ കർത്താവ് തന്നല്ലോ. ഈ വചനത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ പകൽ അവരുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഈ ദിവസം ഇവരുടെ പ്രതിബന്ധങ്ങൾ മാറിപ്പോകട്ടെ. ഇവരെ അലട്ടുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. ഇവരുടെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ കൈ തൊട്ടാട്ട്. ഇവരുടെ കുരുക്കുകളെ ദൈവം അഴിച്ചാട്ട്. ഇവരുടെ വീട് സമാധാനം കൊണ്ട് നിറയണം. ഇവരുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹോവയുടെ നന്മ ഇവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. പ്രാർത്ഥിച്ച് നിന്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നുന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായും ഒരു എപ്പിസോഡ് നടത്തണമെന്ന്. നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, നല്ല ദിവസങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ വകയായി ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ജനലക്ഷങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് കൊടുക്കുവാനായി കഴിയും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയർ സെൻ്ററുകളിൽ വരിക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഏത് ആവശ്യത്തിനും വിളിക്കുക. നിങ്ങളുടെ ദേശത്തൊരു സുവിശേഷം നടത്താൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളെ അറിയിക്കുക. ഈ ദേശത്തും യേശുവിൻ്റെ വചനം എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയം വീണ്ടും നമുക്കൊന്നിച്ച് കാണാം. ആമീൻ, ആമീൻ, ആമീൻ.